ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുന്നത് നോർത്തേൺ അയർലൻഡിലെ എന്നിസ്കിലിനുള്ള മാർബിൾ ആർച്ച് കേവിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ റിസപ്ഷനിൽ തന്നെയായിട്ട് ചെറിയൊരു മ്യൂസിയമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ടൂർ അസംബ്ലി പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേവ് എക്സ്പീരിയൻസ് ആണ്. സോ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ടൂർ ഗൈഡ് എത്തി. അപ്പോൾ നമ്മുടെ ഈ ഗൈഡ് നമ്മൾ ഈ മാർബിൾ ആർച്ച് കേവ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ്. പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മാർബിൾ ആർച്ച് കേവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് നമ്മൾ പോവുകയാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ചെറിയ ചെറിയ കേവ്സും റോക്സൊക്കെ കണ്ടാണ് നമ്മുടെ യാത്ര. അങ്ങനെ ഒരല്പം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നമ്മുടെ ഗുഹയുടെ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരല്പം പേടി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞങ്ങളെല്ലാവരും ഗുഹയ്ക്കകത്തേക്ക് കയറി. അതിൻ്റെ അകത്ത് ചെന്നപ്പോഴുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഈ ഗുഹയ്ക്കകത്തുള്ള റോക്സൊക്കെ കുറച്ച് ഷാർപ്പായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ. എന്നിരുന്നാലും നമുക്ക് നടക്കാനുള്ള സ്റ്റെയർ കേസുകളും നടക്കാനുള്ള പാതകളൊക്കെ വളരെ സേഫാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു തടാകത്തിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ നമുക്ക് ബോട്ടിലാണ് യാത്ര. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചു. അങ്ങനെ ആദ്യത്തെ ഗ്രൂപ്പിന് പോകാനുള്ള ബോട്ട് എത്തി. ആദ്യത്തെ സംഘവും പിന്നെ നമ്മുടെ ഗൈഡും ആ ബോട്ടിൽ കയറി തടാകത്തിൻ്റെ മറ്റേ അറ്റത്തേക്ക് യാത്രയാവുകയാണ്. തൊട്ടുപുറകെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടും എത്തി. അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. തടാകത്തിൻ്റെ മറുകരയിലെത്തിയപ്പോൾ നമ്മുടെ ഗൈഡും ആദ്യം ബോട്ടിൽ പോയ ആ ഗ്രൂപ്പും നമുക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ഗുഹയ്ക്കകത്തെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലും.
അങ്ങനെ ഒരു 60-75 മിനിറ്റ് ഗുഹയ്ക്കുള്ളിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഗുഹയുടെ ഏറ്റവും എൻഡിലെത്തി കേട്ടോ. അവിടെ നിന്ന് നേരെ ഒരു ടണലാണ്. അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ഗുഹയ്ക്ക് പുറത്തെത്താം. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.